നമ്മുടെ കണ്ണൂർ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. വാഴാലിക്കാവും വടക്കുന്നാഥനെ പിന്നിട്ട് നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭക്ഷണ തലസ്ഥാനമായ കോഴിക്കോട് വന്നിട്ട് ഒരു ചായയെങ്കിലും കുടിക്കാതെ പോയത് മോശമല്ലേ? നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഉച്ച സമയമായിട്ടുണ്ട്. നമുക്ക് പക്ഷേ നല്ല വിശപ്പ് വരുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടൊരു ചായക്കടയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അവിടുത്തെ പടികളിൽ നമുക്ക് ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവം വിരിച്ചു തരികയാണ് ഇരിക്കാൻ വേണ്ടി. ആദ്യമായിട്ടാണ് ചായ കുടിക്കാൻ ചെല്ലുമ്പം ഇങ്ങനൊരു സ്വീകരണം കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. നമ്മുടെ ഇവിടെ ചായക്കടയിൽ പോലും നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട്. കല്ലുമ്മക്കായ വെച്ചുള്ള സ്നാക്സ്, അങ്ങനെ വെറൈറ്റി സ്നാക്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഒരു ഉപ്പിലിട്ട കടയാണ്. മീൻസ് ഉപ്പിലിട്ട കടയല്ല, ഉപ്പിലിട്ട് ഓരോ വെറൈറ്റി ഐറ്റംസ് ഉള്ള കടയാണ്. അവിടെയുള്ള ഓരോ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ പല രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല ഏതാണെന്നുള്ളത്. നമ്മളവിടെ ഒരു ഓറഞ്ച് ആണോ മാങ്ങയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു. ഇത് എന്ത് ഫ്രൂട്ടായിരിക്കും ഇത്? ഗൈസ്, ഈ വലയിൽ കിടന്ന് പിടയുന്ന മീൻ കണ്ട ചേട്ടൻ കണ്ടോണ്ടി ഓടിപ്പോയി നോക്കാൻ പോയതാണ്. ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. കുറേ മീനുകളൊക്കെ നമുക്കിങ്ങനെ കരയിൽ കിടക്കുന്ന കണ്ടു, പിടയുന്നുണ്ട്. ഉച്ച സമയത്താണ് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയത്. അതിൻ്റേതായ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ഈവനിങ് സമയമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോഴിക്കോടുള്ള വൈവിധ്യം മാറുന്ന നമ്മുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് ഇവിടെ വന്നത്. പക്ഷേ ഉച്ച സമയത്ത് നമുക്കിതൊക്കെ ഒരു എന്താ പറയുക, ഒരു നിഴൽ പോലെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് വൈകിട്ട് കാണാൻ പറ്റിയിട്ടില്ല. വളരെയേറെ വിഷമം എനിക്കതിലുണ്ട്. നമ്മൾ ഓരോ കടകൾ കാണുമ്പോൾ നൈറ്റ് വൈബ് എന്തായിരിക്കും എന്ന് കാണാൻ പറ്റത്തിന് വിഷമം. കാരണം നമുക്ക് വൈകിട്ട് തന്നെ പറശ്ശിനിക്കടവിൽ എത്തണം എന്നൊരു ഷെഡ്യൂളിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിങ്ങനെ ഓരോ വിഷ്വൽസ് ഇങ്ങനെ കാണുമ്പോൾ ബലൂണൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ കാഴ്ചയൊക്കെ കാണുമ്പം എനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ട്. പക്ഷേ നമുക്ക് എന്നാലും ഇവിടെ നിന്ന് ഉടനെ യാത്ര പറയണമല്ലോ. പിന്നെ നമ്മൾ ആലപ്പുഴ കണ്ട പോലെ ഒരു പൊളിഞ്ഞ കടൽപ്പാലം ഇവിടെയും കാണാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ നല്ല വെയിലത്ത്, വല്ലാത്തൊരു വൈബാണ് ഗൈസ്. വെയിലത്ത് നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൽ വന്ന പക്ഷേ വെറും തൂണ് മാത്രമല്ല കേട്ടോ, ഇവിടെ സ്ലാബും എല്ലാം കടൽ തീരത്ത് തന്നെ ഉണ്ട്. കുറച്ചു നേരം നമ്മൾ ഇതെല്ലാം നോക്കിയിരുന്നിട്ട് അധികം വൈകാതെ തന്നെ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ പറശ്ശിനിക്കടവിലാണ്. അങ്ങനെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടി നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ നല്ല മഴയാണ് ഗൈസ്. നമ്മൾ പുറത്തിറങ്ങിയത് നല്ല മഴയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫ്രഷ് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. കയറുന്ന പ്രവേശന കവാടത്തിനും ഫ്രണ്ടിലെല്ലാം കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് കടകൾ, കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ബാക്കിയുള്ള അമ്പലങ്ങളിൽ പോകുന്ന പോലെയല്ല, നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു വേറിട്ട ഫീലിംഗ് ആണ്. നമുക്കിതിനകത്ത് ഒരുപാട് നായകളെ കാണാൻ പറ്റും. വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം വരുന്നത്. അങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അനുഗ്രഹവും നേടിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കാണുന്നവരേക്കും ടാറ്റ ബൈ.